ഗൗരി, ഇനി 2 ഐറ്റംസ് ബാക്കിയുള്ളൂ. 400 മീറ്റേഴ്സും റിലേയും. ആ സെബാസ്റ്റ്യന് 3 ഐറ്റത്തിൽ 13 പോയിന്റ് ഉണ്ട്. ഇനി അവന് റിലേയും കൂടിയുണ്ട്. അർജുനാണെങ്കിൽ 10 പോയിന്റേ ഉള്ളൂ. അതിനെന്താ, അർജുൻ 2 ഐറ്റം ബാക്കിയുണ്ടല്ലോ. അതെ, റിലേയും പിന്നെ നിന്റെ ചേട്ടന്റെ ഐറ്റം 400 മീറ്റേഴ്സും. അതാ അടുത്തത്. ഞാനിപ്പോ വരാം. ഏട്ടാ വേണ്ട, മുമ്പായിരുന്നെങ്കിൽ എനിക്ക് പറയായിരുന്നു എന്റെ അനിയത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നീ വാങ്ങിക്കൊടുത്ത സ്പൈക്സ് ഇട്ടോണ്ടാ അവൻ എനിക്കെതിരെ മത്സരിക്കുന്നത്. അർജുൻ, ഗൗരി എവിടെയും കാണുന്നില്ല. ഇന്നലെ രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു അവളുടെ ഫ്രണ്ട്സ് പറഞ്ഞു. ചിലപ്പോ ചേട്ടൻ തോക്കുന്നു പേടിച്ചിട്ടായിരിക്കും അല്ലേ? ഇല്ല അർജുൻ, അവിടെ എങ്ങുമില്ല. ഞാൻ നോക്കിയതാ. ഇനിയിപ്പോ എവിടെ പോയതായിരിക്കും? യു ക്യാരി ഓൺ. ഓൾ ദി ബെസ്റ്റ്. ഗൗരി എവിടെ പോയി? ഞാനൊന്ന് നോക്കിട്ട് വരട്ടെ. അവന്റെ സ്റ്റാർട്ടിംഗ് പിഴയ്ക്കും. കണ്ടോ? നമുക്ക് 5-3 പോയി. എന്റെ കർത്താവേ, ഇനി റിലേ കൂടി ജയിച്ചാൽ കപ്പ്, ചാമ്പ്യൻഷിപ്പ്. എന്താടാ ഇത്? എന്താ പറ്റിയേ? ഒന്നുമില്ല. രാഹുൽ, വെല്ലുവിളി ഓർമ്മയില്ലേ? അവനോട് ഇപ്പൊ തന്നെ കോളേജ് വിട്ട് പോകാൻ പറ. Come on, say man, say. പറയാം. നമ്മൾ തമ്മിലൊരു ബെറ്റുണ്ടായിരുന്നു. ജയിച്ചയാൾ പറയുന്ന തോറ്റയാൾ കേൾക്കണമെന്ന്. പറഞ്ഞോളൂ. കൺഗ്രാറ്റ്സ്. ഡയലോഗ് മാറിയ എനിക്ക് വേണ്ടി തോറ്റു തന്നു അല്ലേ? തോൽക്കാൻ വേണ്ടി ഞാൻ ഓടിയിട്ടില്ല. പക്ഷേ ഓട്ടത്തിനിടയിൽ എപ്പോഴോ ഏട്ടനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പെങ്ങളുടെ മുഖം എൻ്റെ മനസ്സിൽ മിന്നിമറിഞ്ഞു. ആ ഒരു സെക്കൻഡിന്റെ ബലത്തിലാ നിങ്ങൾ ജയിച്ചത്. മച്ചാൻ ഐഡിയാസ് ഒക്കെ സൂപ്പർ ആയിരുന്നു. ഒരു ഗുണമില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. ഇനി മച്ചാന് ഗൗരിയുടെയും അർജുന്റെയും കല്യാണത്തിന് ബിരിയാണി ഇന്നാലോ? മച്ചാ, സംഗതി അറിഞ്ഞോ? അർജുൻ ചാമ്പ്യനാകാൻ പോവാ. ഇനി ഒരൊറ്റ ഐറ്റമേ ബാക്കിയുള്ളൂ, 4x400 മീറ്ററിലെ. അത് വിജയിച്ചാൽ നമ്മുടെ കോളേജിന് ചാമ്പ്യൻഷിപ്പ് കിട്ടും. അതോടെ അർജുൻ ചാമ്പ്യനാകും. അവൻ ചാമ്പ്യൻ ആവില്ല, മത്സരിച്ചാലല്ലേ ചാമ്പ്യനാവും. വേണ്ട മച്ചാ, നമ്മുടെ കോളേജിനെ തോൽപ്പിച്ചിട്ട് നമുക്ക് അവനെ തോൽപ്പിക്കണ്ട. അതേ മച്ചാ, നമുക്ക് നമ്മുടെ കോളേജല്ലേ വലുത്. വല്ല തരിയുടെയും കാണിച്ച കോളേജ് കാലുത്താൻ പറ്റില്ല. പിന്നെ സംഗതി സീരിയസ് ആവും.
യെസ്, യു ആർ റൈറ്റ്. നമുക്ക് നമ്മുടെ കോളേജാ വലുത്. ആ, ഞാൻ റിലേക്ക് റെഡി ആവട്ടെ. ഓക്കെടാ, വരട്ടെ. എപ്പോഴും നമ്മോട് തോറ്റിരുന്ന അവന്മാരും നമുക്കൊപ്പം. ഈ റിലയിൽ നമ്മൾ എന്ത് വില കൊടുത്തും ജയിച്ചിരിക്കണം. സെബാസ്റ്റ്യൻ, അർജുൻ അവൻ ചാമ്പ്യനായാൽ പിന്നെ നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഡു ഇറ്റ്. ഞാൻ അട്ടീനു, നിനക്ക് ചെറിയൊരു പണിയുണ്ട്. ഈ മീറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഓവറോൾ ചാമ്പ്യൻഷിപ്പും ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പും ഒരു കോളേജിൽ നിന്ന് ലഭിക്കുകയാണ്. 4x400 മീറ്റേഴ്സ് റിലേയിൽ കൂടി ജയിച്ചാൽ BCM കോളേജ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്നതോടൊപ്പം അതേ കോളേജിലെ അർജുൻ ഇൻഡിവിജ്വൽ ചാമ്പ്യനുമാകുന്നതാണ്. അതുപോലെ RV കോളേജിലെ ചാമ്പ്യൻഷിപ്പ് ലഭിച്ചാൽ പ്രസ്തുത കോളേജിലെ സെബാസ്റ്റ്യൻ ചാമ്പ്യനാകുന്നതാണ്. ആരാ? എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല, നീയാടാ പ്രശ്നം. ഈ ഇന്റർ കൊളീജിയേറ്റ് മീറ്റിൽ സമ്മാനദാനം നിർവഹിക്കാനായി എത്തിച്ചേർന്നിട്ടുള്ള ഒളിമ്പ്യൻ ശ്രീമതി ഷൈനി വിൽസനെയും ഒപ്പം ഗുഡ് വേയുടെ MD ശ്രീ രജീന്ദ്രനെയും ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. This is the first call for 4x400 meters relay. Oh my God. Come on, get ready. എവിടെ ചിന്നു അർജുനും? അവരിതിലെത്തിയില്ലേ? വായി നോക്കി കഥ പോയി നോക്കണോ? Come on, fast. Come on, get ready. അവനെവിടെ? അവരെ കാണാനില്ല സാർ, ഇവിടെ മുഴുവൻ നോക്കി. ഇവനിത് എവിടെ പോയി കിടക്കുന്നു? എടോ സെക്കൻഡ് ഗോൾ ആയടോ. താനിതെവിടെ പോയി കിടക്ക? സെക്കൻഡ് ഗോൾ കഴിഞ്ഞു. അർജുൻ എവിടെ? അറിയില്ല സാർ. റെഡിയാവടോ? This is the third and final call for 4x400 meters relay. Come on, be brave. We are winning. Be brave. We are winning. വാ സാർ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഇറക്കി ഗ്രൗണ്ടിലേക്ക് ചെല്ലുന്ന നല്ലത്. അവനില്ലാതെ എങ്ങനെയാടോ? അവനല്ലേ നമ്മുടെ തുറപ്പിച്ചിട്ട്. സാർ, സമയത്ത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കോളേജ് ഡിസ്ക്വാളിഫൈ ആവും. ശരിയാ സാർ, നമ്മൾ ഇനിയും വൈകിയാൽ. Go! 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 സാർ, പേടിക്കാനൊന്നുമില്ല. സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഇറക്കണ്ട, അർജുൻ വരുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് വേണ്ട സാർ, അർജുൻ വന്നു. അർജുന്റെ കാലിനെന്താ പറ്റിയല്ലോ? അർജുൻ കാലിനെന്താ പറ്റി? ഒന്ന് വീണതാ. Athletes, please line up. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. On your mark.
അവൻ ചതിച്ചു. Well done, നമ്മൾ ജയിച്ചു.
Congratulations.